ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് കുറേ റിപ്ലൈകൾ തന്നു. അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് മാറ്റി വ്ളോഗിലേക്ക് തിരിച്ചു വരാനായിട്ട്, വ്ളോഗാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വ്ളോഗ് ചെയ്യാണ്. ഞാനൊരു പുതിയൊരു സ്പേസിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഇതൊരു പെർമനൻറ്റ് സ്പേസ് അല്ല, വളരെ ടെമ്പററി ആയിട്ട് വേറൊരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് ഹോണ്ട് ചെയ്യാനായിട്ടുള്ളൊരു ടൈമിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. ലാസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഷിറ്റായിരുന്നു. അത് അവിടെ നിന്ന് ഞാൻ മാറി ഇങ്ങോട്ടേക്ക് എത്തി. വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ ഇൻ്റർനെറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് ഇൻ്റർനെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇന്ന് ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇന്ന് തന്നെ നിങ്ങൾ കാണും. ലാസ്റ്റായിട്ടുള്ള നമ്മുടെ വീഡിയോയ്ക്കകത്ത് കോമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണെന്ന് ഓൺ എയർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, അതും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. റെഡ് ബുൾ അഡിക്ഷൻ എന്തായെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിന് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാം. റെഡ് ബുൾ അഡിക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ, റെഡ് ബുള്ളിൽ കുടിച്ചുകൊണ്ടിരുന്ന എമൗണ്ട് കുറഞ്ഞു, നല്ല രീതിക്ക് കുറഞ്ഞു. ഞാൻ പക്ഷേ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. അടുത്ത് കൺസിസ്റ്റൻസിയുടെ കാര്യമാണ് എനിക്ക് ഇപ്പോഴും കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് എങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് എന്നെ കൊണ്ട് പറ്റാറില്ല എന്നുള്ളതാണ് സംഭവം. ഡെയിലി വ്ളോഗ്സ് ഇതാണ് പ്രശ്നം. ലൈക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഡെയിലി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ആസ് ഓഫ് നൗ എൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഞാനൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു 2 മണിക്കൂർ സംസാരിക്കുന്നത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു ഉപയോഗം വേണ്ടേ? അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് ചെയ്യും. പിന്നെ നിങ്ങളുടെ OSB വീഡിയോ കാണാൻ മാത്രമാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളത്. ഈ OSB വീഡിയോ എന്താണെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ കമൻ്റ് ഇട്ട ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് OSB വീഡിയോ എന്നുള്ളത് പറയാം. താങ്ക് യു. ഞാനൊന്ന് അകത്ത് കയറിയിരുന്നതാണ്. ഭയങ്കര തണുപ്പ് പുറത്ത്. നമ്മുടെ ടൊറൻറ്റോയിൽ അല്ലെങ്കിൽ കാനഡയിൽ സമ്മർ കഴിഞ്ഞ് ഇപ്പോൾ ഫോളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 14-ാം തീയതിയാണ് ഞാനിവിടെ കാനഡയിൽ ലാൻഡ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ടില്ല. എനിക്ക് ഉള്ളത് പറയാലോ, ഞാൻ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എനിക്ക് വീട്ടുകാരെ മിസ് ചെയ്യുന്നു. അതാണ് മെയിൻ. വീട്ടുകാരെ മിസ് ചെയ്യാന്ന് പറയുന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പാട്ട്. എൻ്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ അവിടെ നിന്ന് കയറുന്ന സമയത്ത് ഷി വാസ് പ്രഗ്നൻറ്റ്. നൗ ഹീ ഈസ് ഓൾമോസ്റ്റ് 1 year old. അപ്പോൾ അവനെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്ന് അവൻ ജനിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ അവനെ ലാളിക്കണം, അവനെ എടുക്കണം. ഞാൻ അങ്ങനെ ഒരു ബേബി പേഴ്സൺ ഒന്നുമല്ല. എനിക്കിങ്ങനെ കുട്ടികളെയൊക്കെ എടുക്കാനും കുട്ടികളുടെ അടുത്തൊന്നും ഇരിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളൊന്നുമല്ല. എനിക്ക് പേടിയായിരുന്നു എപ്പോഴും. ഇവിടെ വന്നതിന് ശേഷം അവനെ ഒന്ന് എടുക്കുക, അവൻ്റെ കൂടെ ഇച്ചിരി നേരം കളിക്കുക, ഇതെന്ന് പറയുന്നത് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് മാറി. ഞാനുമായിട്ട് പ്രൈവറ്റായിട്ട് ഫ്രണ്ട്സായിട്ടുള്ള ആളുകൾക്കറിയാം, ഞാനൊരു റിപ്ലൈ കൊടുക്കാനൊക്കെ 2-3 ദിവസമൊക്കെ ലേറ്റാവും. അത് വർക്കിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റായിട്ട് ഫോക്കസ്ഡ് ആയതിന് ശേഷം ഞാനൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയമായിരിക്കും മെസ്സേജൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ പേഴ്സണൽ ലൈഫ് ആൻഡ് എൻ്റെ വർക്ക് ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്യണം. ബട്ട് ഔട്ട് ഓഫ് നോവെയർ എനിക്ക് പറ്റില്ല. ബട്ട് ഇവഞ്ച്വലി ഞാൻ ആ ഒരു ഫേസിലേക്ക് എത്തും. ഇന്ന് എനിക്ക് രാവിലെ 4 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. UK ടൈം. നമ്മുടെ ഒരു ക്ലയൻറ്റ് UK അപ്പോൾ UK ടൈം 10 മണിക്കാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ 4 മണി. അതിനുശേഷം ഉറങ്ങിയിട്ടില്ല. ഒരു കോഫി കുടിച്ചു, 3 എക്സ്പ്രസ്സോ ഇട്ടിട്ട് ദാറ്റ്സ് ഇറ്റ്. ഇനി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അപ്പോൾ വർക്കിങ്ങിലായിരിക്കും. ഒരു ടെമ്പററി സ്പേസ് ആയതുകൊണ്ട് ഞാൻ ടേബിളൊന്നും എടുത്തിട്ടില്ല. എനിക്കൊരു ടേബിളൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഞാൻ ബെഡിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് താഴെ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് വർക്ക് ചെയ്യും. നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമാണ് ഫോണൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നത്തിങ് എൽസ്. അപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സായിട്ട് കാണാം. അപ്പോൾ ഞാനവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. കോഫി. അതിൻ്റെ കൂടെ ഈ സമയത്താണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സീരീസും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെറ്റ്ഫ്ലിക്സിൽ സ്വാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കുറച്ച് കോളുകളുണ്ടായിരുന്നു, ആ കോളുകളും കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് ടു വർക്ക്. ഇന്നലെ ഇവിടെ ഭയങ്കര വലിയൊരു മഴയുണ്ടായിരുന്നു.
അതിനുശേഷം ഇവിടെ മൊത്തം ഇങ്ങനെ അഴുക്ക് കണ്ടോ, ഇതിങ്ങനെ കാണപ്പോൾ നമുക്കൊരുമാതിരി ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ 3 മണിക്കൊക്കെ മീറ്റിംഗ് വന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റൂല. ആ ദിവസം പിന്നെ എനർജി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ക്ലയൻസ് എല്ലാം അബ്രോഡുള്ള ക്ലയൻസ് ആയിരുന്നു, അതായത് UK US ബേസ്ഡ് ആയിട്ടുള്ള ക്ലയൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലയൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര പ്രശ്നമല്ല, നല്ല കാര്യമാണ്, ഇവർ ഭയങ്കര അക്യുറേറ്റാണ് ടൈമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ടൈമിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മളിപ്പോൾ 1 മിനിറ്റ് താമസിച്ചാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബ്ലാക്ക് മാർക്ക് വീഴും. അപ്പോൾ പ്രോപ്പർലി ഒരു 2 മിനിറ്റ് മുന്നേ എങ്കിലും മീറ്റിംഗ് ജോയിൻ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ കർട്ടസി, ഇറ്റ്സ് ഡിസിപ്ലിൻ. അപ്പോൾ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാം എനിക്കൊരു 3 മണിക്ക് ശേഷം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 3 മണിക്ക് എണീറ്റ് ഉറക്കം ഇങ്ങനെ പിടിച്ചിരുന്ന് മീറ്റിംഗ് കഴിഞ്ഞു. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ലതായിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു ക്ലയൻ്റ് ഉണ്ട് അഖിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അഖിലിൻ്റെ ഒരു വീഡിയോയുടെ ഫ്ലോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ ഫ്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ടാവും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അതായത് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കോണ്ടൻറ് ഉണ്ടാവും, ഫാബ്രിക്കേറ്റ് ചെയ്യാത്ത റിയൽ ലൈഫ് കോണ്ടൻറ് ഉണ്ടാവും. അവിടെ നമുക്കൊരു പരിധി വരെ എക്സ്പെക്റ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ളത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തൊക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി വ്ളോഗുകളാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നാളെ അഖിൽ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഒരു ഡെയിലി ലൈഫ് വ്ളോഗ്. പുള്ളിക്കാരൻ ഒരു ഏജൻസി ഓണറാണ്. അപ്പോൾ അഖിലിൻ്റെ ആ വ്ളോഗ് എങ്ങനെയാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരു ഫ്ലോ ഉണ്ടാക്കി കൊടുക്കാം. അതായത് ഇൻട്രോ ഇങ്ങനെ എടുക്കണം, ഒരു ഇൻട്രോ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം സീൻ 1 ഇങ്ങനെ എടുക്കണം, സീൻ 2 ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഈ സീൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ബാക്കപ്പ് പ്ലാനും കൂടി വെച്ച് വേണം ഇത് ഫ്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഫ്ലോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രോപ്പർലി കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ അഖിൽ എങ്ങനെയായിരിക്കും വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ആണ് പുള്ളിയുടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇൻട്രോ, ജസ്റ്റ് ഒരു റാൻഡം ഐഡിയാസ് കൊടുക്കുകയാണ് എന്തൊക്കെ എടുക്കണമെന്നുള്ളത്. ഒന്ന് എണീക്കുക, അതുപോലെ തന്നെ ക്ലീശ സാധനം എണീക്കുക, ഫ്രഷ് ആവുക, അതിനുശേഷം എല്ലാവരെയും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യുക. എന്നിട്ട് ഈ ചാനലിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ആ ഒരു ഭാഗത്ത് പറഞ്ഞു തീർക്കുക. സീൻ 2 ഒരു കോഫി എടുക്കുക, കോഫി കയ്യിൽ പിടിച്ച കോഫിയോ ടീയോ കയ്യിൽ കുടിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലാപ്ടോപ്പ് ഓണാക്കി വെച്ചിട്ട്, ലാപ്ടോപ്പ് സൈഡിൽ ഓണാക്കി വെച്ചതിന് ശേഷം നമ്മൾ ടീ കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുക. അതിൻ്റെ കൂടെ എന്തെങ്കിലും ക്ലയൻസിൻ്റെ മെസ്സേജോ ക്ലയൻസിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. രാവിലെ എണീറ്റ ഉടനെ ഔട്ട് ഓഫ് നോവെയർ നിങ്ങളുടെ ക്ലയൻസിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടും നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ സ്കില്ലുകളെ കുറിച്ചിട്ടും ഒന്നും പറയാൻ പറ്റില്ല. അതൊരു ഓഡായിട്ട് ഫീൽ ചെയ്യും, അത് ഭയങ്കര സെയിൽസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു കോഫിയൊക്കെ എടുത്തൊരു ലാപ്ടോപ്പ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ എനിക്ക് കുറച്ച് മെയിലുകൾ നോക്കണം. അപ്പോൾ എന്ത് തരം മെയിലുകളാണ് ഞാൻ നോക്കുന്നത്, എന്തിൻ്റെ മെയിലുകളാണ് നോക്കുന്നത്, എൻ്റെ ക്ലയൻസിൻ്റെ എന്തെങ്കിലും ഇമെയിൽസ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും വർക്ക് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സീൻ 3 ഓണം മൂഡ്. അതായത് ഇവിടെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ചുമ്മാ റാൻഡമായിട്ട് എന്തൊക്കെയാണോ, കാരണം ഓരോ ആൾക്കാരുടെ ഓണം ഡിഫറെൻറ്റ്. എൻ്റെ ഓണം എൻ്റയർലി ഡിഫറെൻറ്റ്, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്താണോ പുള്ളിക്കാരൻ്റെ ഓണം അതിനനുസരിച്ച് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സീൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങിൽ എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് സെറ്റപ്പ് ചെയ്യുക. മേ ബി ഒരു സിനിമ, അപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്നു, സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു വ്ളോഗിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു സിനിമയുടെ റിവ്യൂവും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ക്യൂട്ട് വീഡിയോ, അത്രയേ ഉള്ളൂ. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗാഡ്ജറ്റ്സ് മലയാളത്തിലെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം സെറ്റ് ചെയ്യണം. നൗ ദർ ഇസ് എ ഫ്രെയിം, പക്ഷേ ബാക്കിൽ നിന്ന് ലൈറ്റ് വരുന്നത് കൊണ്ട് എന്നെ വിസിബിൾ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ND ഫിൽറ്ററിൻ്റെ ഇത് കൂട്ടി. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ, എൻ്റെ ഫേസ് കണ്ടുകൂടാ. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ലൈറ്റ് സെറ്റപ്പ് ചെയ്യണം. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആക്കിയപ്പോൾ നമുക്കിവിടെ ഉണ്ടായ ഒരു ഇഷ്യൂ, എന്നെ കണ്ടുകൂടാ, ഫുൾ ഇരുട്ട്, ഞാനൊരു ഷാഡോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിറയെ ലൈറ്റ് നമുക്കിതിലേക്ക് കൊടുക്കണം. അപ്പോൾ അതെന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സം വാട്ട് വർക്ക്സ് ബട്ട് ഓക്കെ. ഇപ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നത്, എനിക്ക് അതിന് ഒന്ന് കളർ ഗ്രേഡും കൂടി ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ബ്ലൈൻഡ് മൊത്തത്തിൽ താഴ്ത്തി ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് എനിക്കിനി ആഡ് ചെയ്യാൻ പറ്റുന്നത്, അത് ഞാൻ എന്തെങ്കിലും ഫിഗർ ഔട്ട് ചെയ്യാം. ഇതിനകത്ത് ഇനി ആഡ് ചെയ്യാൻ പറ്റുന്നത് വേണമെങ്കിൽ
ആ ഒരു പഴം, നിയോൺ ലൈറ്റിൻ്റെ പഴം ഇവിടെ വയ്ക്കാം, ഒരു ചെറിയൊരു ഇതിന്. അതില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ബാക്കിലേക്ക് വേറെ ഏതെങ്കിലും ഒരു ചെറിയൊരു ലൈറ്റ് കൊടുക്കാം. എനിക്ക് കുറച്ച് ഹൈലൈറ്റ് ഇടാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എടുത്ത വീഡിയോ ഒന്ന് ജസ്റ്റ് കളർ ഗ്രേഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം. ഞാനതിനെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. ഇതാണ് ഫസ്റ്റ് ഫ്രെയിം. എൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു ഹൈലൈറ്റ് വരുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ആൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് പേഴ്സണലി ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ലാമ്പ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നല്ലൊരു ഫീൽ കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു ചെറിയൊരു ലൈറ്റ് എൻ്റെ തലയുടെ പുറകിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈലൈറ്റും കിട്ടും.